ഓം ശാന്തി. ഈ പ്രപഞ്ചത്തിൽ ഒന്നും നമുക്ക് വെറുതെ ലഭിക്കില്ല. എല്ലാത്തിനും നമുക്ക് വില നൽകേണ്ടി വരും. അത് ഇവിടെ നിന്നൊരു അല്പം കച്ചിത്തിരുമ്പെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമുക്കതിൻ്റെ വില കൊടുക്കേണ്ടി വരും. ഒരു വ്യക്തിയുടെ സമയമെടുത്താലും സാന്നിധ്യം എടുത്താലും സഹായം എടുത്താലും അതിനെല്ലാം നമുക്ക് വില നൽകേണ്ടതായി വരും. ഇത് നെപ്പോളിയൻ വിൽ എന്ന് പറയുന്നൊരു ഓതർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എടുത്ത് പറഞ്ഞിട്ട് കൂടിയുണ്ട്. സൃഷ്ടിയുടെ ഒരു പ്രപഞ്ച നിയമമാണിത്. ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഫ്രൂട്ടാണ് സക്സസ്. വിജയം വരിക്കാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ വിജയമെന്ന ഫ്രൂട്ട് കിട്ടണമെങ്കിലും നമുക്ക് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ചിലർക്ക് ഈ ഫ്രൂട്ട് അഥവാ വിജയം വളരെ ഫ്രീ ആയിട്ട് കിട്ടും, അഥവാ ഡിസ്കൗണ്ട് റേറ്റിന് കിട്ടും. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ബാർഗൈനിങ് ചെയ്തിട്ട് വേണം ഈ ഫ്രൂട്ട് കിട്ടാൻ. മറ്റു ചിലർക്ക് പെനാൽറ്റി അടക്കം വലിയ വില കൊടുത്താലേ ഫ്രൂട്ട് അഥവാ സക്സസ് എന്ന ഫ്രൂട്ട് ലഭിക്കാറുള്ളൂ. സക്സസ് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് ചില സുന്ദരമായ അവസരങ്ങളായിട്ടാണ് എത്തിച്ചേരുക. ഈ അവസരങ്ങളെ ആ തത്സമയം ഉപയോഗിക്കാൻ ആർക്ക് സാധിക്കുന്നോ അവർക്കാണ് ഇത് ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിക്കാൻ കിട്ടുന്നത്. ചിലവർ സമയം ഇനിയും ഉണ്ടല്ലോ, അല്പം കഴിഞ്ഞ് ഇനിയും നമുക്കിത് ചെയ്യാം, അങ്ങനെ എപ്പോഴാണോ പോസ്റ്റ്പോൺ ചെയ്യുന്നത്, കാര്യങ്ങളെ മാറ്റിവെക്കുന്നത്, അവർക്ക് അതിന് അമിത വില കൊടുക്കേണ്ടി വരും. നമ്മളെന്തെങ്കിലും ഒരു സീസണൽ ഫ്രൂട്ടാണ് വാങ്ങാൻ പോകുന്നത് കടയ്ക്കെന്ന് വിചാരിച്ചോളൂ. സീസണിൽ നമ്മളിപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണ്, മാമ്പഴം വാങ്ങുകയാണെങ്കിൽ വെറൈറ്റി ടേസ്റ്റി മാമ്പഴം കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടും, അനുഭവിക്കാൻ കിട്ടും, വാങ്ങാം, ഉപയോഗിക്കാം. അതേസമയം ഇതേ മാമ്പഴം തന്നെ അല്പസമയം കഴിഞ്ഞ് സീസണിന് ശേഷം നമ്മൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ കിലോന് ഇപ്പോൾ 30, 40, 50 കിട്ടുന്ന മാമ്പഴം കുറച്ച് കഴിഞ്ഞാൽ 300, 350 രൂപ വില കൊടുത്താൽ പോലും ഇത്ര രുചിയുള്ള മാമ്പഴം നമുക്ക് ലഭിക്കില്ല. ഇതേ തിയറി തന്നെയാണ് സക്സസ്സിനും. സീസണിൽ ആരാണോ അതിനെ സ്വന്തമാക്കുന്നത് അവർക്ക് വളരെ എളുപ്പത്തിൽ അത് സ്വന്തമാക്കാൻ സാധിക്കും. അതല്പം കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ അതിന് കൂടുതൽ പേയ്മെൻറ്റ് നമുക്ക് നടത്തേണ്ടതായിട്ട് വരും. ഏതൊരു കാര്യവും ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 6 മണിക്കൂറോ 7 മണിക്കൂറോ വർക്ക് ചെയ്താൽ ചിലപ്പോൾ സ്വന്തമായി വരും, സദാകാലത്തേക്ക് നമ്മുടെ സ്വന്തമായി മാറും. അതേസമയം അത് കഴിഞ്ഞ് അല്പകാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്നേ ഉള്ളൂ. ആ സമയത്ത് അയ്യോ ഇതിങ്ങനെ അധ്വാനിക്കേണ്ടി വരുന്നല്ലോ, ഇതിങ്ങനെ ആയല്ലോ എന്ന് സ്വയം നമ്മൾ പഴിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. അധ്വാനിക്കണം, അധ്വാനിച്ചാൽ അപ്പോഴും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് സക്സസ് എന്നുള്ളത് സ്വന്തമാക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ അറ്റൻഷൻ ആവശ്യമാണ്. ഇവിടെ സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ മാളുകളിൽ പോകുമ്പോഴൊക്കെ അവിടുത്തെ മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്കത് ചെറിയ റേറ്റിൽ കിട്ടും. അതിപ്പോൾ മോറാണെങ്കിലും റിലയൻസ് ആണെങ്കിലും അവിടെ നമുക്ക് നമ്മുടേതായ ഒരു മെമ്പർഷിപ്പ് ഉണ്ടാവുന്ന സമയത്ത് സാധനം വാങ്ങിക്കഴിയുമ്പോൾ അവർ ചെറിയ പെർസെൻറ്റേജ് നമുക്ക് ഡിസ്കൗണ്ട് ഇടും. ആ ഡിസ്കൗണ്ട് റേറ്റിലാണ് നമുക്ക് കിട്ടുക. ഇതേപോലെ തന്നെ വലിയ വലിയ ക്ലബ്ബുകളിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ മെമ്പർഷിപ്പിൻ്റെ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ലോകത്ത് എവിടെ വേണമെങ്കിൽ കറങ്ങാം. അവിടെ ചെറിയ ഒരു മെയിൻ്റനൻസ് ഫീ മാത്രം നൽകിക്കൊണ്ട് റിസോർട്ടിലോ അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലുകളിലോ ഒക്കെ താമസം സൗകര്യം ഫ്രീ ആയിട്ട് കിട്ടും. ഇതുപോലെ തന്നെ സക്സസ്സിനും ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കുകയാണ് എങ്കിൽ, അതിനുള്ള പേയ്മെൻറ്റ് നടത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും സക്സസ് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ആ സക്സസ്സിന് വേണ്ട സക്സസ് ക്ലബ്ബിലെ ഫീസ് അടയ്ക്കാൻ വേണ്ടത് 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങൾ നൽകിയാൽ നിങ്ങളും സക്സസ് ക്ലബ്ബിലെ മെമ്പറാവും. നിങ്ങൾക്കും ലൈഫിൽ സക്സസ് വളരെ ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് സാക്രിഫൈസ് അഥവാ ത്യാഗം, സമർപ്പണം. ത്യാഗസേ ഭാഗ്യം എന്ന് ഹിന്ദിയിൽ പറയും. ത്യാഗത്തിലൂടെ ഭാഗ്യം എന്നർത്ഥം. എത്രത്തോളം നമ്മൾ ത്യാഗമെന്ന് കേൾക്കുമ്പോഴേക്കും എല്ലാം സമർപ്പിക്കണമല്ലോ, എല്ലാം അതിനുവേണ്ടി എല്ലാം ഞാൻ ഉപേക്ഷിക്കണമല്ലോ എന്ന് വിചാരിക്കരുത്. ത്യാഗം ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗമാണ് ത്യാഗം ചെയ്യുന്നതിലൂടെ ഉയർന്ന ഭാഗ്യം. എന്തൊക്കെയാണ് നമ്മൾ ത്യാഗം ചെയ്യേണ്ടി വരിക? നമുക്ക് നമ്മുടെ സമയം, നമ്മുടെ ഇഷ്ടങ്ങൾ, വിനോദം, വിശ്രമം, ചിലപ്പോൾ ആഹാരങ്ങൾ പോലും നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ത്യാഗം ചെയ്യേണ്ടി വരും. അങ്ങനെ ത്യാഗം ചെയ്തുകൊണ്ട് എപ്പോഴാണോ പൂർണ്ണ സമർപ്പണത്തോടെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ വിജയങ്ങളെ ഉറപ്പിക്കലാണ്.
അച്ചീവ്മെൻ്റ് അഥവാ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുക, നേടിയെടുക്കുക എന്നുള്ളതിൻ്റെ ആദ്യപടി നേട്ടം തന്നെ വന്നു ചേരുന്നില്ല, ത്യാഗത്തിലൂടെയാണ് നേട്ടം വന്നു ചേരുന്നത്. ജീവിതത്തിൽ വലിയൊരു വിജയത്തിലേക്കുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് പോലും നടക്കുന്നത് പ്രവർത്തനത്തിന് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടി ത്യാഗം വരിക്കുന്ന, സന്തോഷത്തോടെ വരിക്കുമ്പോഴാണ്. നമുക്കിതൊക്കെ അനുഭവമുണ്ട്. സ്കൂളുകളിൽ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വലിയൊരു ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടി, വലിയ വലിയ പരീക്ഷകൾ പാസ്സാവാൻ വേണ്ടി എത്രയോ രാത്രികളെ പകലാക്കിക്കൊണ്ട്, രാവും പകലും ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് അല്പം ആഹാരം കഴിച്ച് അല്പം മാത്രം വിശ്രമിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ആ പഠിക്കുന്ന സമയത്ത് വിഷമം തോന്നാറില്ല. കാരണം ഇത്രയും വലിയൊരു സക്സസ് മുന്നിൽ കാണുമ്പോൾ ഈ ത്യാഗവും നമുക്ക് വലിയ ത്യാഗമായി തോന്നില്ല. അതുകൊണ്ട് ത്യാഗം എന്നുള്ളതിനെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിച്ചാൽ അത് സക്സസ് എന്ന ക്ലബിലേക്കുള്ള വലിയൊരു പേയ്മെൻ്റായി ഉയർത്താൻ നമുക്ക് സാധിക്കും. ഇതുപോലെ തന്നെ അടുത്തതാണ് നമുക്ക് ചെയ്യേണ്ട അൺസെൽഫിഷ്നെസ് അഥവാ നിസ്വാർത്ഥമായ പ്രവർത്തനം. അൺസെൽഫിഷ് വർക്ക്, നിസ്വാർത്ഥമായ പ്രവർത്തനം. നമ്മുടെ പ്രവർത്തനത്തിൽ ഒരിക്കലും സ്വാർത്ഥത ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മനസ്സ് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സക്സസ്സും ചെറിയൊരു വലയത്തിലായിരിക്കും. എപ്പോഴാണോ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം ലോകത്തിലെ എല്ലാ മനുഷ്യ സഹോദരങ്ങളെയും അഥവാ നമ്മുടെ സഹോദരിമാരെയും കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ജീവിത വിജയം ജന്മജന്മാന്തരങ്ങളിലേക്ക് ഈ സൃഷ്ടി നിലനിൽക്കുന്ന അത്രയും കാലം ഓർമ്മിക്കുന്ന അത്രയും വലിയ വിജയം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഉദാഹരണം, നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച, സന്തോഷത്തോടു കൂടി തൂക്കിലേറിയ ഭഗത് സിംഗ്, മഹാത്മാഗാന്ധി. ഇതുപോലെ തന്നെ ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപകനായി ഭഗവാൻ പ്രജാപിത ബ്രഹ്മയിലൂടെയാണ് സ്ഥാപനം നടത്തിയത്. അദ്ദേഹം ദാദാ ലേഖരാജ് എന്ന് പറയുന്ന ഒരു വലിയ രത്നവ്യാപാരിയായിരുന്നു. സന്തുഷ്ടമായ കുടുംബം, നമ്മളെല്ലാം സ്വപ്നം കാണുന്ന രീതിയിൽ എല്ലാ നല്ല സംബന്ധങ്ങൾ, ധാരാളം ധനം, നല്ല ബുദ്ധി, നല്ല ബിസിനസ്, അങ്ങനെയൊക്കെയായി ഉയർന്ന് വളർന്ന വളരെയധികം പ്രോഫിറ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ബിസിനസ്സിൻ്റെ ഉടമസ്ഥനായിരുന്നു ദാദാ ലേഖരാജ്. അദ്ദേഹം ഈശ്വരൻ്റെ ആജ്ഞപ്രകാരം തന്നെയും തൻ്റെ കുടുംബത്തിനെയും അതുപോലെ തന്നെ തൻ്റെ സംബന്ധങ്ങളെയും തൻ്റെ ബിസിനസ്സിനെയും എല്ലാം ഈശ്വരന് വേണ്ടി, ലോകത്തിൻ്റെ മംഗളത്തിനു വേണ്ടി നിസ്വാർത്ഥമായി സമർപ്പിച്ചു. അതിലൂടെയാണ് ലോകത്തിന് മുഴുവൻ എപ്പോഴും ഏത് സമയത്തും ചെന്നു ചേരാനും സമാധാനവും ടെൻഷൻ ഫ്രീ ആയി ജീവിതം നയിക്കാനും സഹായിക്കുന്ന, മെഡിറ്റേഷൻ പഠിപ്പിക്കുന്ന ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയം എന്ന് ഇന്ന് 130 രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ച് പ്രവർത്തിക്കുന്ന ഈ വലിയൊരു പ്രസ്ഥാനം, ഈ ഒരു ആത്മീയ വിദ്യാലയം ഉണ്ടായത്. ഇതുപോലെ നമ്മുടെ ഭാരതത്തിലും ലോകത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അനേകം പേർക്ക് ജീവിതത്തിലെ വിജയവും സുഖവും നൽകാൻ സഹായിക്കുന്ന അനേകം മഹത് വ്യക്തികളുടെ ആ നിസ്വാർത്ഥമായ പ്രവർത്തനം, അതാണ് ജീവിത വിജയം അവർക്ക് സ്വന്തമാക്കിയത്. നമുക്കും അത്തരം മഹാത്മാക്കളിൽ നിന്ന് ആ നിസ്വാർത്ഥമായ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലും അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എൻ്റെ ഞാൻ എന്നുള്ള ബന്ധനങ്ങൾ വിട്ട് സൃഷ്ടിയിൽ എല്ലാവരെയും കണ്ടുകൊണ്ട് എല്ലാവർക്കും സുഖം കൊടുക്കുന്ന കർമ്മങ്ങളെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായാൽ സക്സസ് ക്ലബ്ബ് സക്സസ്സിലേക്ക് നമ്മുടെ യാത്ര ഉറപ്പിച്ചിരിക്കും. ഇതുപോലെ തന്നെ അഥവാ ടൈം, സമയം എന്നുള്ളത് വലിയൊരു ധനമാണ്. ടൈം ഈസ് മണി എന്ന് പറയും. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് അവൻ്റെ സമയമാണ്. ഒരു സമയത്തെ ആരാണോ വിധിപ്രകാരം ഉപയോഗിക്കുന്നത്, സമയത്തെ ആരുപയോഗിക്കുന്നോ സമയം അവരെ ഉപയോഗിക്കും എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ ഈ വിലപ്പെട്ട ധനം എപ്പോൾ നമ്മൾ സക്സസ്സിലേക്ക് വേണ്ടി, നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ടി, സ്വയം അധ്വാനിക്കാൻ വേണ്ടി ഈ സമയത്തിനെ ഫ്രൂട്ട്ഫുള്ളായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ജീവിതം വിജയമെന്ന ഫലത്താൽ നിറയ്ക്കാൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കും. നാലാമത്തെ നമ്മൾ നിക്ഷേപിക്കേണ്ട ധനമാണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. അതായത് സ്വയം നമ്മളെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ, നമ്മളെ വളർത്താൻ നമ്മൾ തയ്യാറായിരിക്കണം. എത്രത്തോളം നമ്മൾ ബാഹ്യമായി എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുമ്പോഴും നമ്മളിൽ നമ്മൾ അധ്വാനിച്ചില്ല എങ്കിൽ, അവനവൻ്റെ ഉന്നമനത്തിന് വേണ്ടി, അവനവൻ്റെ പരിവർത്തനത്തിന് വേണ്ടി, അവനവനെ സ്വയം ശക്തിപ്പെടുത്താൻ വേണ്ടി, സെൽഫ് എംപവർമെൻറ്റിന് വേണ്ടി അധ്വാനിച്ചില്ല എങ്കിൽ വിജയം നമുക്ക് ശാശ്വതമായി നിലനിർത്താൻ സാധ്യമല്ല. കാരണം നമുക്ക് എത്ര കാലിബർ ഉണ്ടോ, നമ്മൾ എത്ര കഴിവുണ്ടോ, നമ്മൾ എത്ര കപ്പാസിറ്റി ഉണ്ടോ, അത്രയ്ക്ക് വിജയത്തെ വരിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. അതിന് നമ്മൾ സെൽഫ് അറ്റൻഷൻ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. വലിയ വലിയ മഹാന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ വലിയ നല്ല നല്ല വീഡിയോസ് കാണുക. മഹാന്മാരുടെ നിരീക്ഷണത്തിലായിരിക്കണം നമ്മുടെ ജീവിതം എപ്പോഴും. ഒരു സെൽഫ് മെൻറ്റർ, സോൾ മെൻറ്റർ നമ്മളെ എപ്പോഴും
എവിടെയെങ്കിലും നമ്മുടെ തെറ്റുകളുണ്ടോ, കുഴപ്പങ്ങളുണ്ടോ, നമ്മുടെ കുറവുകൾ എന്താണ്, അതിനെക്കുറിച്ച് അതിനെ പരിഹരിക്കാൻ വേണ്ടി അഥവാ അതിനെ നമുക്ക് സ്വാധീനിച്ച് നമ്മളിൽ പരിവർത്തനപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്ന ഇൻഫോർമേഷൻസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു വ്യക്തിയുടെ കൂടെ തന്നെ അങ്ങനെ നമ്മളെ എപ്പോഴും ഒരു മെൻറ്ററായിരിക്കുന്ന ഒരു വ്യക്തി നമ്മളെപ്പോഴും മാറ്റാൻ, നമ്മൾ തിരുത്താൻ അങ്ങനെ ഒരാളെ എപ്പോഴും വെക്കണം എന്നില്ല. പക്ഷേ മഹാന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുകയോ വീഡിയോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയോ ചെയ്താൽ നമുക്കത് സഹായിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ എളുപ്പമാകുന്ന ഒരു സെൽഫ് മെൻറ്റർ അഥവാ സോൾ മെൻറ്റർ പ്ലേസാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയം. കാരണം അവിടെ നമ്മളൊരു വ്യക്തിയെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല. പക്ഷെ അവിടെ ദിവസവും പ്രഭാതത്തിൽ നടക്കുന്ന മുരളി ക്ലാസ്, വേൾഡിൽ 137 രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന ഈ ബ്രഹ്മകുമാരീസ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ എല്ലായിടത്തും രാവിലെ പ്രഭാതത്തിൽ 7 മണി മുതൽ 8 മണി വരെയുള്ള സമയം നമുക്ക് നമ്മളെ പരിശോധിക്കാനുള്ള നല്ല ക്ലാസ്സുകളാണ്. അതിനെ പറയാം മുരളി ക്ലാസ് എന്നാണ്. തീർച്ചയായും ആ മുരളി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ആദ്യം പേയ്മെൻറ്റ് നടത്തണം. എന്താ പേയ്മെൻ്റ് എന്നറിയോ? പൈസയല്ല. 7 ദിവസം ആദ്യം നമ്മൾ പഠിച്ച് അതിൽ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കത്തക്ക വിധം നമുക്ക് നമ്മളെയും നമ്മുടെ ശക്തിയും നമ്മുടെ വീക്ക്നെസ്സും എന്താണെന്ന് മനസ്സിലാക്കത്തക്ക വിധം നമ്മൾ തയ്യാറായതിനു ശേഷം അവിടെ നിങ്ങൾ ദിവസം മുരളി കേൾക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സർവോന്നതമായ വികസനവും സർവോന്നതമായ പരിവർത്തനവും വിജയവും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് വിജയത്തിൻ്റെ ഈ സക്സസ് ക്ലബിലേക്ക് വലിയൊരു പേയ്മെൻ്റാണ് പേഴ്സണൽ അറ്റൻഷൻ അഥവാ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. ഇനി അടുത്തത് 5-മത്തതാണ് ഇൻറ്റൻസ് വർക്ക്, ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുക തൊടിയിൽ പോയിട്ട് നന്നായി കൈക്കോട്ടെടുത്ത് കൊത്തണോ, വലിയ വലിയ വെയിറ്റുകൾ തൂക്കണോ. ഇത് മാത്രമല്ല ഹാർഡ് വർക്ക്, അത് ഫിസിക്കൽ ഹാർഡ് വർക്ക്. നമ്മൾ എന്തൊരു കർമ്മമാണോ, നമ്മളുടെ ഉള്ളിലെ കാലിബർ എത്രയുണ്ടോ, നമ്മുടെ കപ്പാസിറ്റി എന്താണോ, അതിനെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ആ ലക്ഷ്യം നേടും വരെ നിരന്തരം അധ്വാനിക്കാൻ നമ്മൾ തയ്യാറാകണം. നിരന്തരം അധ്വാനിക്കുക എന്നുള്ളത് ഇൻറ്റൻസ് വർക്കിൻ്റെ വലിയൊരു കാര്യമാണ്. ഒരു തുള്ളി വെള്ളം പോലും ഒരു പാറക്കെട്ടുമ്പോൾ നിരന്തരം വീണുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ തുള്ളി വീഴുമ്പോൾ അവിടെ ഒരു ചലനം പോലും ഉണ്ടാവില്ല. പക്ഷേ കാലഘട്ടത്തോളം നിരന്തരം വീഴുകയാണെങ്കിൽ അത് വലിയൊരു ഹോളായി തീരും. അപ്പോൾ ഇൻറ്റൻസ് വർക്ക് എന്ന് പറയുന്നത് നിരന്തരം പ്രവർത്തിക്കുകയും അത് നമ്മളുടെ ശക്തിയെ പൂർണ്ണമായി ഉണർത്തും വിധം പ്രവർത്തിക്കാനും നമ്മൾ തയ്യാറാകണം. അത് നമുക്ക് വലിയൊരു പേയ്മെൻ്റാണ്. അതിലൂടെ നമുക്ക് സക്സസ്സിലേക്കുള്ള യാത്ര സുഖമാക്കാൻ കഴിയും. അവസാനത്തതാണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മിലിറ്ററി ചിട്ട, പട്ടാള ചിട്ട എന്നൊക്കെ ഓർമ്മ വരാം. കാരണം ഡിസിപ്ലിൻ്റെ ഉത്തമോദാഹരണമാണ് നമ്മുടെ പട്ടാളക്കാർ. പക്ഷേ കേവലം പട്ടാളച്ചിട്ട മാത്രമല്ല, നമുക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടണമെങ്കിലും ഒരു ചിട്ടയോടുകൂടിയ പ്രവർത്തനം നമ്മൾ പോലും അറിയാതെ എത്രയോ വലിയ വലിയ കാര്യങ്ങളെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ട കൊണ്ടുവരിക, അത് നമുക്ക് നമ്മളറിയാതെ തന്നെ ആ ചിട്ടയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതിൽ നമ്മളിന്ന് വഴുതി പോകാതെ നമ്മൾ സ്വയം മുന്നേറുക. അത് നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ കൊണ്ടുതരാൻ സഹജമായി സഹായിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഡിസിപ്ലിൻ. ആ നിത്യേനയുള്ള അടുക്കും ചിട്ടയോട് കൂടിയ നമ്മുടെ ജീവിതശൈലി നമുക്ക് വിജയം എന്നെന്നും സ്വന്തമാക്കാൻ സാധിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ 6 കാര്യങ്ങളും, അതായത് നമ്മൾ സാക്രിഫൈസ് ചെയ്യുക, ത്യാഗം ചെയ്യുക. രണ്ടാമതായിട്ട് അൺസെൽഫിഷ് ആയിരിക്കുക, അതായത് നമ്മുടെ ഉള്ളിൽ യാതൊരു സ്വാർത്ഥ ഇച്ഛകളുമില്ലാതെ, സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക. മൂന്നാമതായി നമ്മുടെ സമയം അതിന് നമ്മൾ വിധിപ്രകാരം ഉപയോഗിക്കുക. നാലാമതായി പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ നമ്മൾ വളരെ അറ്റൻഷൻ കൊണ്ടുവരിക. സ്വയം പേഴ്സണൽ ഡെവലപ്മെൻറ്റ് അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. അഞ്ചാമതായി ഇൻറ്റൻസ് വർക്ക് ചെയ്യണം. നിരന്തരമായിക്കൊണ്ട് നമ്മൾ വർക്ക് ചെയ്യണം. കഠിനാധ്വാനം, കേവലം ഹാർഡ് വർക്ക്, കുറച്ച് സമയത്തേക്കല്ല, നിരന്തരമായി നമ്മൾ വർക്ക് ചെയ്യണം. ആറാമത്തത് ചിട്ടയോടുകൂടിയ ഒരു ജീവിതം, ഡിസിപ്ലിൻ ലൈഫ്. ഇത് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ സക്സസ് ക്ലബ്ബിൽ നിങ്ങൾക്കൊരു വലിയ മെമ്പർഷിപ്പ് കിട്ടും. പക്ഷേ ഇന്ന് കാലത്തുണ്ടല്ലോ പോസ്റ്റ് പെയ്ഡ്, പ്രീപെയ്ഡ് മൊബൈലൊക്കെ ഇല്ലേ. പോസ്റ്റ് പെയ്ഡ് നമ്മളെല്ലാം ചെയ്തതിന് ശേഷം നമുക്കത് കൊടുക്കാമെന്നാണ്. അത് നമ്മൾ ഒരിക്കലും ആവരുത്. നമ്മൾ പ്രീപെയ്ഡ് ആയിരിക്കണം. അഡ്വാൻസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വിജയം നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ഓരോ കാലടിയിലും വളരെ ഡിസ്കൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ജീവിത വിജയം നേടാനാകും. നിങ്ങളും ജീവിതത്തിൽ ഈ 6 കാര്യങ്ങളും കൊണ്ടുവന്ന് വളരെ വിജയശ്രീലാളിതരായി എളുപ്പം വിജയം വരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളായി തീരട്ടെ. ഓം ശാന്തി.